വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഈസ്റ്ററിനെ വീട്ടുകാരോടൊപ്പം കാണാൻ പറ്റിയ 5 സിനിമകളാണ്. അതിലൊന്നാമത്തെയാണ് ഹോം. നമ്മുടെ ഇന്ദ്രൻസ്, ശ്രീനാഥ് ബാസി, നസ്രീൻ ഒക്കെ തുടങ്ങിയ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഹോം ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ് ഹോം. രണ്ടാമതാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം. ജേക്കബിന്റെ സ്വർഗരാജ്യം പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നിവിൻ പോളിയാണ് നായകൻ. നല്ലൊരു സിനിമയാണ്, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ആ ഒരു ഫാമിലിയുടെ ആ ഒരു നല്ല ഒരു എന്താ പറയുക ഊഷ്മളത കാണിക്കുന്ന ഒരു സിനിമയാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം. മൂന്നാമതാണ് നമ്മുടെ ഫാലിമി. നമ്മുടെ ബേസിൽ ജോസഫ്, സന്ദീപ് ഒക്കെയുള്ള ഒരു സിനിമയാണ് ഫാലിമി എന്ന് പറയുന്നത്. ഒരു തീർത്ഥാടന സിനിമയാണെങ്കിൽ പോലും അതിനിടയിൽ നടക്കുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും ഒരു അപ്പാപ്പനൊക്കെ ഉണ്ട്. നല്ല രസമായിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഫാലിമി. നാലാമതാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള. നിവിൻ പോളി തന്നെയാണ് നായകൻ. അതിലെ അമ്മയ്ക്ക് ഒരു രോഗബാധിതയെ തുടർന്ന് ഹോസ്പിറ്റൽ ചികിത്സ, അതിന്റെ കുടുംബത്തിന്റെ പ്രാധാന്യം, അതിലെ തമാശകൾ, ഇണക്കങ്ങൾ, പിണക്കങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്ത ഒരു സിനിമയാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള. അവസാനത്താണ് ബ്രോഡാഡി. ഇത് എപ്പോൾ കണ്ടാലും എത്ര വട്ടം കണ്ടാലും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയാണ്. നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ബ്രോഡാഡി. മീനൊക്കെ ഉണ്ട് ബ്രോഡാഡി. ഇത് ഭയങ്കരമായിട്ട് ഫീൽ ഗുഡ് പ്ലസ് ഫാമിലി എന്റർടൈനർ ആണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ എപ്പോഴും ഇടുന്നൊരു പടമാണ് ബ്രോഡാഡി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈസ്റ്ററിന് 5 സിനിമകൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടുതൽ മൂവി അപ്ഡേറ്റ്സിനെ കാത്തിരിക്കാം. ബൈ.